കാവ്യ, a final year PSC Nursing student in Mangalore. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിങ്സ് ഐ വിഷ് ടു നോ ഏർലിയർ. ഞാൻ നഴ്സിംഗ് കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ച എൻ്റെ തന്നെ തോട്ട്സിൽ തോന്നിയ കുറച്ച് പോയിൻറ്റ്സ് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇനി നഴ്സിംഗ് കരിയർ ചൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ആയാലും ഇപ്പം ഓപ്റ്റ് ചെയ്ത സ്റ്റുഡൻസ് ആയാലും ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ നന്നാവും എന്നുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉള്ള വീഡിയോ ആണ്. നഴ്സിംഗ് കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഐ തോട്ട് സംതിങ്, ഞാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു തിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ് എനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച നഴ്സിംഗ് ഫീൽഡ് എന്നുള്ളത്. ഞാൻ നഴ്സിംഗ് പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ റീസൺസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരുന്നെങ്കിൽ മേ ബി ഞാൻ ഈ ഒരു കോഴ്സ് എടുക്കത്തുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. യൂട്യൂബൊക്കെ അത്ര വാസ്റ്റായിട്ടുണ്ടായിരുന്നെങ്കിലും ബട്ട് ഞാൻ അങ്ങനെ ഒന്നും സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സിനെ കുറിച്ച് ഞാൻ തിങ്കേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡീസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പാർട്ടിലോട്ട് വന്നപ്പോഴാണ് ഓക്കെ ഇതെനിക്ക് പറ്റിയൊരു പണിയല്ല എന്നൊരു റിയലൈസേഷൻ എനിക്കുണ്ടായത്. അങ്ങനെ ഞാൻ തന്നെ കണ്ടുപിടിച്ച കുറച്ച് പോയിൻറ്റ്സാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഈസ് റിയലി മാറ്റേഴ്സ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് ഈ ഒരു പ്രൊഫഷനോട് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. എൻ്റെ മൈൻഡിൽ ബാക്കിയുള്ള എല്ലാവരും ചിന്തിക്കും പോലെ ഓക്കെ മണിയായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ ജോബിനുള്ള സ്കോപ്പില്ലെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഏർണിങ്സും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഇന്ത്യൻ സെക്ടറിൽ നിന്ന് എത്രത്തോളം ഏർണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളൊരു അബ്രോഡ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ പേ, നല്ലൊരു പേ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പക്ഷേ അത്ര ഈസി ടാസ്ക് ഒന്നുമല്ല ഇതൊന്നും. ഈ ഒരു പ്രൊഫഷനിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്കതിന് മനസ്സിലാക്കാം. അപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പോവുക. ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇതിൽ വന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. ബിക്കോസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കുറേ സഫർ ചെയ്യേണ്ടി വരും. ഇൻ കേസ് അത് സ്റ്റുഡൻറ്റ് പീരീഡ് ആയാലും ത്രൂ ഔട്ട് ദിസ് ജേർണി നമ്മൾ ആ +2 കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലൈഫ് ഫുള്ള് പിന്നെ ഇതിലോട്ട് തന്നെ സാക്രിഫൈസ് ആയി പോകും. സോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള ആർട്സ് കോളേജസൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് ഒരു മെഡ് സ്കൂൾ അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജിലൊക്കെ വന്ന് പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈഫൊക്കെ കുറച്ചും കൂടെ സ്റ്റുഡൻറ്റ് പീരീഡ് അടിച്ചു പൊളിക്കണം എന്നൊരു കോൺസെപ്റ്റിലൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. ഒരു എക്സ്റ്റെൻറ്റ് വരെ നിങ്ങൾക്കും എൻജോയ്മെൻ്റൊക്കെ ഉണ്ടാവും. പക്ഷേ അറ്റൻഡൻസ്, സബ്ജക്ട്സ്, അസൈൻമെൻറ്റ്സ്, കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, ഇങ്ങനെ ഒരു ടൺസ് ഓഫ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ടാവും. അറ്റൻഡൻസ് റിയലി മാറ്റേഴ്സ്. അറ്റൻഡൻസ് ഇല്ലാതെ എക്സാം എഴുതിപ്പിക്കില്ല. ഇൻഫാക്ട് അതൊരു പ്രാക്ടിക്കൽ അവേഴ്സ് ആണെങ്കിലും തിയററ്റിക്കൽ അറ്റൻഡൻസും ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ദെൻ സബ്ജക്ട്സ് അത്യാവശ്യം ടഫാണ് പഠിക്കാൻ. എന്ന് വെച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ലൈഫ് ബോഡി, അതായത് നമ്മളെക്കുറിച്ച് തന്നെയാണല്ലോ, ഹ്യൂമൻ ബോഡീനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. ഈ തിയറിറ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ നോളജും ഒരേപോലെ വേണ്ട ഒരു കാര്യമാണ് ഏത് ഒരു മെഡിക്കൽ ഫീൽഡായാലും. അപ്പം സബ്ജക്ട്സ് റിയലി മാറ്റേഴ്സ്. ദെൻ അസൈൻമെൻറ്റ്സ്. ഇതൊക്കെ മടിയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ദയവ് ചെയ്ത് വരരുത്. അറ്റൻഡൻസും സബ്ജക്റ്റും പിന്നെ നമ്മുടെ അസൈൻമെൻറ്റ് കെയർ പ്ലാൻ ഒരു ടൺസ് എഴുതാനുണ്ടാവും. ഇതൊക്കെ കരുതി കൂട്ടിയിട്ട് വേണം വരാൻ. അല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പോകാമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇയർ വേസ്റ്റ് ആകും. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. സോ ഇതെല്ലാം മനസ്സിൽ കരുതിയിട്ട് വേണം ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്.
നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ, അതായത് ഞാനിപ്പോൾ പഠിക്കുന്നത് RGHS യൂണിവേഴ്സിറ്റിയാണ്, അതായത് കർണാടകയിലുള്ള യൂണിവേഴ്സിറ്റിയാണ്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ കീഴിലാണ് ഞാൻ പഠിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പം അതിൻ്റെ എല്ലാ അഫിലിയേഷൻസും ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. പുറമേ നിന്ന് കണ്ടിട്ട് ആ യൂണിവേഴ്സിറ്റി ജഡ്ജ് ചെയ്യരുത്. ക്യാമ്പസൊക്കെ കൊള്ളാം, ഓക്കെ വലിയ ക്യാമ്പസാണ്, വലിയ ഹോസ്പിറ്റൽ സെറ്റിങ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ കരുതി ആ യൂണിവേഴ്സിറ്റീനെ ജഡ്ജ് ചെയ്ത് കളയരുത്. കാരണം പല യൂണിവേഴ്സിറ്റീസിനും പല ഇതിലും കോളേജസിനും അഫിലിയേഷൻസ് ഒക്കെ കുറവായിരിക്കും. സോ അതിനെക്കുറിച്ച് അവെയർ ആയിട്ടുണ്ടാവണം. ഈ എല്ലാ അഫിലിയേഷൻസും ഉള്ള യൂണിവേഴ്സിറ്റി ആണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ ഒരു കോളേജ് നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി. നമ്മളുടെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റി ബിഗിൻ ചെയ്യാണ്. ഇതുവരെയുള്ള +2 ലൈഫല്ല ആഫ്റ്റർ ചൂസിങ് ദിസ് കോഴ്സ്. ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് നേരിടാൻ പോകുന്നത് ഇതുവരെ നമ്മൾ ആസ്വദിച്ച ലൈഫൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഉറക്കം, സ്ലീപ്പിംഗ് പാറ്റേൺ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ജേർണിയിൽ നിങ്ങൾ നൈറ്റ് ഉറങ്ങുന്നതാണെങ്കിൽ മോർണിംഗ് പേഴ്സൺ ആകേണ്ടി വരും. രാവിലെ 9 o'clock ക്ലാസ് തുടങ്ങിയാൽ 4 o'clock വരെ ക്ലാസ് ഉണ്ടാവും. പക്ഷെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കുറേ എഴുതാനുണ്ടാവും. ആ എഴുത്തും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങുമ്പോൾ 2-2:30 മണിയാവും എന്തായാലും. പിന്നെ നമ്മൾ റിപ്പീറ്റഡാണ്, ഒരു റോബോട്ടിക് ലൈഫാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോസ്റ്റിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ചിലപ്പം മോർണിംഗ് ടു ആഫ്റ്റർനൂൺ പോസ്റ്റിംഗ് ആയിരിക്കും, രാവിലെ 8 to 1 o'clock പോസ്റ്റിംഗ് ആയിരിക്കും, 1 to 2 ലഞ്ച് ബ്രേക്ക്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഒരു ലോങ് സെക്ഷൻ ഉണ്ടാവും ക്ലാസ് ടിൽ 4 o'clock വരെ. അത് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റിങ്ങിൻ്റെ കെയർ പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. പിറ്റേ ദിവസം ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ എടുക്കണമെങ്കിൽ ആ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ ചാർട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് വൈവ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് റെസ്പോൺസിബിലിറ്റി അപ്പം തന്നെ തുടങ്ങുകയാണ്. നമ്മളെ ഈ ഒരു നഴ്സിംഗ് കോളേജ് തന്നെ നമ്മളെ റെസ്പോൺസിബിൾ ആക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 4 വർഷം കൊണ്ട് നമ്മളെങ്ങനെ റെസ്പോൺസിബിൾ ആവണം എന്ന് നമ്മളെ വാർത്തെടുക്കുകയാണ് ഇവർ. ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ട് വേണം ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ. അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രോമറ്റൈസ്ഡ് ആയി പോകും, മെൻ്റലി ഭയങ്കര വീക്കായി പോകും. ഇതേപോലെയുള്ളൊരു കോഴ്സൊക്കെ എടുത്തതിന് ശേഷം ഓക്കെ ജോലി അടിക്കാം, നമുക്കിവിടെ വന്നിട്ട് ചിൽ വൈബൊക്കെ ആയിരിക്കും. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എൻജിനീയറിങ് ലൈഫ് അങ്ങനത്തെയൊക്കെ സ്വപ്നം കണ്ടുവരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ വഴി പൊക്കോ. അതൊന്നും നമുക്ക് വിധിച്ചിട്ടുള്ള കാര്യമല്ല. ഇൻ കേസ് നിങ്ങൾ എല്ലാം സക്സസ്ഫുള്ളി 4 years ഇൻ കേസ് അല്ല ഇവിടെ വന്ന് പഠിച്ച് കഴിഞ്ഞു, ഈ 4 years കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് നമ്മൾ വിചാരിച്ചു, ഓക്കെ നമ്മൾ ഒരു രജിസ്റ്റേർഡ് നഴ്സായി അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നഴ്സായി വർക്കിന് കയറാണ് വിചാരിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ ഇനിയൊന്നുമില്ലല്ലോ, നമ്മൾ സ്റ്റാഫ് നഴ്സായി, ഇനി നമ്മൾ പ്രാക്ടിക്കൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്താൽ മതി എന്ന്. ദാറ്റ്സ് എ ഹ്യൂജ് മിത്ത്. കാരണം ഈ ഒരു മെഡിക്കൽ ഫീൽഡിലെ പ്രോട്ടോകോൾസ് ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ലേണിംഗ് സ്കിൽസ് വീണ്ടും ഇംപ്രൂവൈസ് ആയിക്കൊണ്ടേയിരിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്കിൽസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിൻ്റെ ഒരു ലേണിംഗ് ആക്ടിവിറ്റി ഒരിക്കലും തീരുന്നില്ല. നമ്മൾ ത്രൂ ഔട്ട് ദ ജേർണി നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം പ്ലീസ്. നിങ്ങളുടെ ഈ നഴ്സിംഗ് കോളേജ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് കുറേയധികം മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാവും. ലൈക്ക് ഒന്ന് വീട്ടിൽ പോകണമെങ്കിൽ ലെറ്റർ എഴുതണം, എന്തെങ്കിലും ചെയ്ത ലെറ്റർ എഴുതണം, അവിടെ തന്നെ എക്സ്പ്ലനേഷൻ ലെറ്റർ, ഇവിടെ തന്നെ അപ്പോളജി ലെറ്റർ, ടൺസ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനിടയ്ക്ക് നമുക്കൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി നമ്മൾ തന്നെ വരുത്തണം. കാരണം ത്രൂ ഔട്ട് ഈ 4 വർഷം നമുക്കിവിടെ പിടിച്ച് നിൽക്കാനില്ലാണ്. അത് കഴിഞ്ഞ് നമ്മളെ ഈ ഒരു കോഴ്സ് തന്നെയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ നിൽക്കേണ്ടതാണ്. ഒന്നെങ്കിൽ നമുക്ക് നമ്മളോടുള്ള ഇത് നമ്മുടെ നഴ്സിംഗ് ഇൻചാർജസിൻ്റെ അടുത്ത് നിന്ന് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പേഷ്യൻ്റ് പാർട്ടി ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരും. എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ പ്രഷറാണ് തന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ തരണം ചെയ്യാൻ റെഡി ആയിട്ട് വേണം ഈ കോഴ്സിന് വരാൻ വേണ്ടിയിട്ട്.
അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഓക്കെ ഇതെല്ലാം കേട്ട് വീക്കായിട്ടിരുന്നാൽ നമ്മളങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഒരാൾ നമ്മളെ തിരിഞ്ഞു നോക്കാൻ വേണ്ടി വരില്ല. എല്ലാവരും അവരുടെ കാര്യത്തിൽ ബിസി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. സോ ഇതെല്ലാം മനസ്സിൽ കരുതി മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ കോഴ്സ് ഡയറക്റ്റായിട്ട് വന്ന് ഓപ്റ്റ് ചെയ്തു. ഈ ഒരു പ്രൊഫഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റിങ്ങിൽ, അതായത് നമുക്ക് തിയററ്റിക്കൽ ക്ലാസ്സസിലൊന്നും നമുക്ക് അങ്ങനെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും മനസ്സിലാവില്ല. നമ്മൾ വന്ന് പഠിക്കുന്നു, പോകുന്നു, ഹോസ്റ്റലിൽ പോകുന്നു, തിരിച്ച് വീണ്ടും ക്ലാസ്സിൽ വരുന്നു. വെൻ ഇറ്റ് കംസ് ടു പോസ്റ്റിംഗ് ടൈമിൽ നമ്മൾ ക്ലിനിക്കൽ ആർട്സിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അത്ര മാനിക്യൂറിലൊക്കെ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ ഒരു റിയൽ ലൈഫ് പേഷ്യൻറ്റിലോട്ടാണ് നമ്മളിത് ആപ്ലിക്കബിൾ ആക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഓക്കെ ഒരു ലൈഫാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമ്മൾ അത്രയും കെയർലെസ് ആയി കഴിഞ്ഞാൽ ആ ഒരു ജീവനാണ് പോകുന്നത്. സോ നമ്മൾ അത്രയും റെസ്പോൺസിബിൾ ആയിരിക്കണം. നമുക്ക് അത്ര കോൺസെൻട്രേഷൻ വേണം ഓരോന്നിനും. നമ്മൾക്ക് അത്രയും ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് വർക്ക് ആവണം. ആരെന്ത് കമാൻഡ് ചെയ്താലും അതിനെ ഒബേ ചെയ്യാനുള്ള ഒരു രീതിയിലൊരു സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്തിരിക്കണം. നമ്മൾ വേറൊരാളുടെ ലൈഫിൻ്റെ പാർട്ടാവുകയാണ്. എങ്ങനെയൊക്കെയോ നമ്മൾ വേറൊരാളുടെ ലൈഫിൻ്റെ പാർട്ടാവുകയാണ്. നമ്മൾ ഈ ക്യൂറൊക്കെ ചെയ്ത് കഴിയുമ്പം ഈ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് ബൈ ദ മൊമെൻറ്റ് അവർ പോകുമ്പം നമുക്കിങ്ങനെ ഒരു ഓക്കെ താങ്ക് യു എന്നൊരു വേർഡ് അല്ലെങ്കിൽ അവരെ എക്സ്പ്രസ് ചെയ്യും നമ്മൾ നേരെ നോക്കിയിട്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് അത്രയും ചെയ്തിന് ഒരു എന്താ ഒരു നമുക്കൊരു മീനിങ് ഫുള്ളൊക്കെ ആയിട്ട് തോന്നും. അപ്പോഴൊക്കെ ഓർക്കും ഓക്കെ ഇത് കൊള്ളാം, നല്ല രസമുണ്ട് എന്നൊരു ഫീലിംഗ് വരും. ഫാമിലി ലൈഫ്, ഈ നഴ്സിംഗ് കരിയർ എടുത്താൽ ഞാൻ കണ്ടിട്ടുള്ള നഴ്സസ് ഞാൻ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് നൈറ്റ് ഡ്യൂട്ടി വരുന്നുണ്ട്, ഡേ ഡ്യൂട്ടി വരുന്നുണ്ട്. ചില ഹോസ്പിറ്റൽസിൽ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് 3 ഷിഫ്റ്റേഴ്സാണ് വരുന്നത്. ഇപ്പം ഈ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. പിറ്റേ ദിവസം ഡേ പോയി കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങും. നമുക്ക് നൈറ്റ് ഏതാ ഡേ ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നത്. ഫാമിലി ലൈഫിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വിളിക്കാനുള്ള ടൈം പോലും ഉണ്ടാവാറില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഇനി വീട്ടിലോട്ട് വിളിക്കണമല്ലോ എന്നൊരു തിങ്കിങ് ആണ് വരിക. കാരണം അത്രയ്ക്കും ടൈറ്റായിട്ടായിരിക്കും നമ്മളെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളൊരു ജോബിനും കൂടെ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഫാമിലി ലൈഫ് പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് നോക്കാൻ പേഷ്യൻസ് ഉണ്ട്, നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന വാർഡിൽ നമുക്ക് പേഷ്യൻസ് ഉണ്ട്, പേഷ്യൻസിനെ കെയർ ചെയ്യണം. ഫാമിലി ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ മാനേജ് ചെയ്ത് പോകുന്ന നഴ്സസ് ഉണ്ട് കേട്ടോ. ടൈം മാനേജ്മെൻറ്റൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. ആരും ഫോഴ്സ് ചെയ്തിട്ട് വന്നിട്ട് ഈ കോഴ്സ് എടുക്കരുത് പ്ലീസ്. ആരെങ്കിലും ഫോഴ്സിങ്ങിലൊക്കെ വന്നെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിനെസ്സും ഉണ്ടാവില്ല, നമുക്ക് പോകാൻ തന്നെ തോന്നത്തില്ല. എല്ലാവരും ഇത് ഓക്കെ നിങ്ങൾക്ക് നല്ല പേ കിട്ടും, നല്ലൊരു ഇതായിരിക്കും, ഈ ഒരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടും എന്നൊരു സെറ്റപ്പിലൊക്കെ ആയിരിക്കും സംസാരം. ഓക്കെ അതൊക്കെ ശരിയാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പം നമുക്ക് ഒരു മടുപ്പ് ഉണ്ടോലേ. എനിക്കൊരു പേഴ്സണലി 9 to 5 ജോബാണ് ഇഷ്ടം. പക്ഷേ ഞാനെടുത്തൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഐ ഷുഡ് നീഡ് ടു കംപ്ലീറ്റ് ഇറ്റ്. ഞാൻ ഒരു നഴ്സിംഗ് കരിയർ ഇനി ഓപ്റ്റ് ചെയ്യുമോ, എനിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇനി ഓപ്റ്റ് ചെയ്യില്ല. ഇതൊരു ഇഞ്ചക്ഷനൊക്കെ എടുത്താൽ നമ്മുടെ പരിപാടി തീരും എന്ന് പ്രതീക്ഷിച്ച് ഈ ജോലി ചൂസ് ചെയ്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരു ഇഞ്ചക്ഷൻ മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വന്നെടുക്കും. കാരണം ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെയാണോ ഞാൻ ചെയ്യുന്നത്, എൻ്റെ പല്ല് തേക്കുക, ഞാൻ വാഷ്റൂമിൽ പോവുക, എൻ്റെ മോർണിംഗ് റൂട്ടീൻസ് ചെയ്യുക, നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിനെല്ലാം നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അല്ലാതെ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊരു പറഞ്ഞ് നിൽക്കാൻ ഒരു ഓപ്ഷൻ നമ്മുടെ അടുത്തില്ല. സോ ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. നമുക്കിത് തരുന്നൊരു സ്ട്രെസ്സുണ്ടല്ലോ,
പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ മെഡ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്ട്രെസ്സ് പോരാനിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സ്ട്രെസ്സും എല്ലാ സ്ട്രെസ്സും കൂടെ ആയിട്ട് നമ്മളിങ്ങനെ കിളി പോയ പോലെ ഇരിക്കും. സോ ഇതെല്ലാം തരണം ചെയ്യാൻ റെഡിയായിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ഓക്കെ സ്ട്രെസ്സാണെന്ന് പറഞ്ഞുകൊണ്ടിട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മൂവ് ഓൺ ചെയ്തേ പറ്റത്തുള്ളൂ. സോ എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അപ്രിസിയേഷൻ, നിങ്ങൾ എന്തൊക്കെ ചെയ്തോ, എത്ര നല്ല കാര്യങ്ങൾ ചെയ്തോ, ഒരു അപ്രിസിയേഷൻ ഒരൊറ്റ ഒന്ന് ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ തെറ്റ് കണ്ടുപിടിച്ചിട്ട് അവർ ചൂണ്ടിക്കാണിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്തത് അത് തെറ്റാണല്ലോ എന്നൊക്കെ. മേ ബി ചിലർ നല്ല ആൾക്കാരൊക്കെയാണ് കേട്ടോ, നമ്മളെ അപ്രിസിയേറ്റ് ചെയ്യും, നമുക്ക് എന്താ യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ് എന്നൊക്കെ വന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ഈ തെറ്റ് മാത്രം ചൂണ്ടിക്കാണിക്കും. സോ ഒരു ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു റിവാർഡ് അതൊന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട. കാരണം ഇതെല്ലാം പാർട്ട് ഓഫ് ദിസ് ജോബ് എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇനി മുതൽ ഒരു റോബോട്ടിക് ലൈഫിലോട്ടാണ് എൻ്റർ ആവാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ലൈഫ് ഒരു റോബോട്ടിക് ലൈഫ് ആവാണ്. രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് തുടങ്ങുന്ന യുദ്ധം അവസാനിപ്പിക്കുക രാത്രി ഒരു 12-2 മണി ഒക്കെ സമയമാകുമ്പോഴാണ്. അതുവരെ നിങ്ങൾ ഓട്ടമായിരിക്കും. അത് തീർന്നിട്ടില്ല, ഇത് തീർന്നിട്ടില്ല, വൈവ, റിക്വയർമെൻറ്റ്സ്, കെയർ പ്ലാൻ, അസൈൻമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൺസ് ഓഫ് കാര്യങ്ങളുണ്ടാവും ചെയ്തു തീർക്കാനായിട്ട്. സോ ഇതിനൊക്കെ പ്രിപ്പയർ ആയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ പോകുന്നിടത്തോട്ട് എത്താൻ. നമ്മൾ ഇമോഷണലി ആയിരിക്കണം, ദെൻ ഫിസിക്കലി നമ്മൾ സ്റ്റേബിളായിട്ടിരിക്കണം. ഹോം സിക്നെസ് ഒക്കെ ഉണ്ടാവും ഹോസ്റ്റലിൽ മാറി നിൽക്കുമ്പോൾ. പക്ഷേ ആ ഒരു ഹോം സിക്നെസ് ത്രൂ ഔട്ട് 4 years കണ്ടിന്യൂ ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗുഡ് ഫ്രണ്ട് സർക്കിളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. ലേറ്റ് നൈറ്റ് ടോക്സ് ഒക്കെ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് വൈബ് ചെയ്തിരിക്കുക. അല്ലാതെ എപ്പോഴും അയ്യോ എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളൊരു സ്ട്രെസ്സിലിരിക്കരുത്. എന്തായാലും വന്ന് പെട്ടു, ഇനി നമ്മളത് പഠിച്ച് തീർത്തിട്ടേ പോകുള്ളൂ എന്നൊരു മെൻറ്റാലിറ്റിയിൽ നിൽക്കണം. അത് പിന്നെ ചില ആളുകളുണ്ട് ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വന്നിട്ട് കൂടിയും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഓക്കെ നമുക്കൊരു പേഷ്യൻറ്റിനോട് സിമ്പത്തി അല്ല നമുക്ക് വേണ്ടത്, എമ്പത്തിയാണ് വേണ്ടത്. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അത് നമ്മളെ കൂടെ കോവർക്കേഴ്സാണോ, നമ്മൾ പഠിക്കുന്നിടത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ മിങ്കിളായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സാധനം നമുക്ക് ഹിറ്റ് ചെയ്ത് വരും. പിന്നെ നമ്മൾ കോഴ്സൊക്കെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തോളും. ഈ പേഷ്യൻസിനെ ഡീൽ ചെയ്യാനുള്ളൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി വേണം നമുക്ക്. അവരുടെ പേഷ്യൻ്റ് പാർട്ടിയായിട്ട് സംസാരിക്കാനും അങ്ങനെയൊക്കെ. നമ്മളെ കുറേ ക്രിട്ടിസൈസ് ചെയ്യപ്പെടും കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും മോശം പറയാൻ കുറേ ആൾക്കാരുണ്ടാകും. പക്ഷേ നമ്മളെ ഒന്ന് സേവ് ചെയ്യാൻ നമുക്ക് ഈ കാണുന്ന ഫ്രണ്ട്സും നമ്മളും മാത്രം ഉണ്ടാവുള്ളൂ. സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത്രയൊക്കെയാണ് എനിക്ക് ഐ വിഷ് ടു നോ ഏർലിയർ. ഞാൻ ഇതൊക്കെ ഒന്ന് നേരത്തെ കണ്ടിരുന്നെങ്കിൽ മേ ബി ഐ വോണ്ട് ചൂസ് ദിസ് കോഴ്സ്. ബിക്കോസ് ഇത് എടുത്ത് വന്നപ്പം ഐ വാസ് ലൈക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വാസ് ഓക്കെ, തേർഡ് ഇയർ ഒക്കെ ആയി, പോസ്റ്റിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ ഭയങ്കര എന്നെ ഇൻറ്റേൺഷിപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഫീൽ ലൈക്ക് ഇത് ഞാൻ എടുക്കേണ്ടതല്ലായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു തോന്നലൊക്കെ വന്നുപോയി. നമ്മൾ ഒരു ഡെത്തൊക്കെ കണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ഫൈൻ. അങ്ങനെ ഇമോഷണലി ഒക്കെ അത്ര മെൻ്റലി ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു കോഴ്സാണ് കേട്ടോ ഇത്. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ. ഇനി അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്കറിയാവുന്ന ആളുകളോടൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് എന്തൊക്കെയാണോ തോന്നുന്നത് എങ്കിൽ മാത്രം ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്താൽ മതി. ദെൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ അതായിട്ട് ഇടാം. നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് വീഡിയോസാണ് വേണ്ടത് എന്നും കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അത് സെറ്റപ്പ് ചെയ്യാം. ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നഴ്സിംഗ് റിലേറ്റഡ് ആയാലും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആയാലും ഒക്കെ വിടണമെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ ആൻഡ്
ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ദെൻ സി യു നെക്സ്റ്റ് വീഡിയോ. ബൈ.